ഇത് നിന്ന് രാമയന്ത്ര. सनडाइल बनाने से पहले आप अपने शहर का लक्ष्य जान लें। क्या है इसमें राम यंत्र कोई बोलने की शादी शादी जोर लगा के रईसा ഇങ്ങോട്ട് നോക്കാം. स्टार्टिंग से बोले फिर बाद में कितने सेकंड से
രാജാവാണ് മഹാത്മാവായിരിക്കുന്ന ഗുരു. അപ്പോൾ ക്ഷേത്രം, ഈ ക്ഷേത്രം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താ വെച്ചാൽ കൃഷിയിടം എന്ന് പറയും. അപ്പൊ ഈ ഗുരുവിന്റെ കൃഷിയിടമായിരുന്നു ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ വിതച്ചത് വേദവിത്തുകൾ ഇവിടെ വിതച്ചു എന്നാണ്. കൊഴുന്നിട്ട് വേദവിത്തുകൾ വിതച്ചു. ആ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ കൊയ്യാൻ എന്തെങ്കിലും വേണം. അപ്പൊ അദ്ദേഹം കൊയ്തെടുത്തത് എന്താ? ജ്ഞാനപ്പഴങ്ങളെയാണ് അദ്ദേഹം കൊയ്തെടുത്തത്. ഒരു കഥയിലൂടെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എന്താ വെച്ചാൽ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് ഗീതയിലൊക്കെ പറയും ഇതം ശരീരം കൗന്ദര്യ ക്ഷേത്രം. അപ്പൊ ഇത് തന്നെയാണ് ഈ ക്ഷേത്രം. അപ്പൊ ഇതിൽ വിതയ്ക്കണം. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തില് നമുക്ക് വിതയ്ക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ജ്ഞാനവിത്തുകളാണ്, വേദവിത്തുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വേദവിത്തുകള് നമുക്ക് ഈ ക്ഷേത്രത്തിൽ വിതയ്ക്കാനായിട്ട് സാധിക്കുക? അതിനുള്ള മാർഗമാണ് സത്സംഗം, ക്ഷേത്ര ദർശനം, ഇതുപോലെയുള്ള തീർത്ഥാടനങ്ങള്, നാമസങ്കീർത്തനങ്ങള്, ഭജനകള്. ഇതൊക്കെ ഈ കലികാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വിതയ്ക്കൽ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നാണെങ്കിൽ ദർശനാഥ ദേവസാധവ എന്ന് ഭാഗവത ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സത്തുക്കളെയൊക്കെ കാണുന്ന മാത്രയിൽ ജ്ഞാനം ഉദിക്കുന്നതാണ്. അപ്പൊ ആ ജ്ഞാനമാകുന്ന ആ ഫലത്തെ നമുക്കും നമ്മുടെ ഈ ഹൃദയമാകുന്ന ഈ ക്ഷേത്രത്തില് കൊയ്തെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഫലം സിദ്ധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ധർമ്മം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അപ്പൊ അന്ന് ഈ ഗുരു എന്ന ഈ മഹാത്മാവ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തെ അർത്ഥത്തിനാണ്. പുരുഷാർത്ഥങ്ങൾ 4 ഇതൊക്കെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ഇതില് ധർമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ കുരുക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ധർമ്മക്ഷേത്രം എന്നൊരു പേരുകൂടിയുണ്ട്. ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം. അപ്പൊ ധർമ്മക്ഷേത്രമായിരിക്കുന്ന കുരുക്ഷേത്രം. അപ്പൊ ധർമ്മക്ഷേത്രമായിരിക്കുന്ന ഈ ഒരു കുരുക്ഷേത്രം. ഇനി ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ഒരു തീർത്ഥക്കരയുണ്ട്, ഇത് ബ്രഹ്മസരോവരം. വളരെ പ്രാചീനമായ പേര് ബ്രഹ്മസരോവരം എന്നാണ്. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഒരു തടാകം, ഈ ജലാശയം. അദ്ദേഹം ഇവിടെ ഒന്ന് കുളിച്ചിട്ടാണത്രേ ആദ്യത്തെ സൃഷ്ടി തുടങ്ങിയതെന്നാണ്. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷെ അന്ന് ബ്രഹ്മാവ് ഈ തീർത്ഥം സൃഷ്ടിച്ച സമയത്ത് 5 കുളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 5 തീർത്ഥങ്ങളായിട്ടാണ് ഈ ഭാഗം ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് പരശുരാമസ്വാമികൾ പരശുരാമാവതാര കാലത്ത്, പരശുരാമനായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ പരശുരാമാവതാര കാലത്ത്. ഈ പരശുരാമസ്വാമികൾ 21 വട്ടം ഈ ഭൂഗോളത്തെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. അസുരാംശം ഉള്ളതായിരിക്കുന്ന ക്ഷത്രിയരെയൊക്കെ നിഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷത്രിയരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ആ രക്തം പുരണ്ടതായിരിക്കുന്ന കോടാലി മഴു അത് ഇവിടെ കൊണ്ട് കഴുകിയത്. അപ്പൊ ഇവിടെ കൊണ്ടിട്ടാണത് കഴുകിയത്. അതുമാത്രമല്ല, ക്രോധഭാവത്തിലുള്ള ആ ഭാർഗവരാമൻ പരശുരാമൻ അന്ന് എന്താ ചെയ്തത് വെച്ചാൽ 5 കടന്നതായിരിക്കുന്ന ഈ തീർത്ഥങ്ങളെ കോടാലി കൊണ്ട് എല്ലാം കൂടി ഒന്നാക്കി മാറ്റി. അങ്ങനെ പിൽക്കാലത്ത് ഈ തീർത്ഥത്തിന് വേറൊരു പേരും കൂടി ഉണ്ടായി. അതാണ് പരശുരാമ തീർത്ഥം, അതായത് സമന്ത പഞ്ചകം. പഞ്ചകം എന്ന് വെച്ചാൽ 5 എണ്ണം. അപ്പൊ 5 തീർത്ഥങ്ങളെ യോജിപ്പിച്ചു. അപ്പൊ ഈ ഒരു തീർത്ഥത്തില് പിന്നീട് പരശുരാമസ്വാമികൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഗംഗാദി നദികളെയും മനസ്സിലൂടെ ആവാഹിച്ച് ലോകത്ത് ഏതേത് തീർത്ഥങ്ങളാണുള്ളത് ആ തീർത്ഥങ്ങളെയൊക്കെ ഇവിടെ സ്ഥാപിച്ചു. ഇനി ദ്വാപരത്തിലെ കഥകൾ പറയുകയാണെങ്കിൽ ഈ സമന്ത പഞ്ചകത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. മഹാഭാരത യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമിയാണ് ഇത്. അതിലേറെ ഗീതോപദേശത്തിന്, ഭഗവത്ഗീതയ്ക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയാണിത്. ഒന്നുകൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ
വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉദ്ഭവസ്ഥാനം ഈ സമന്ത പഞ്ചകത്തിൽ തന്നെയാണ്. അതാണ് ഈ ഒരു തീർത്ഥത്തിന്റെ ഒരു പ്രത്യേകത. ആ സ്ഥാനത്തേക്ക് നാം നാളെ പോകും. വിഷ്ണു സ്ഥലത്തേക്ക് പോകും. അവിടെ ഇരുന്നതുപോലെ സഹസ്രനാമം ഒന്ന് ജപിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു തീർത്ഥത്തിന്റെ, ഈ സമന്ത പഞ്ചകത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് നിരവധി ഋഷീശ്വരന്മാരുടെ തപസ്ഥലിയാണ്. കൃഷ്ണാവതാര കാലഘട്ടത്തിൽ മഹാഭാരത യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു. ആ സൂര്യഗ്രഹണ സമയത്ത് സൂര്യഗ്രഹണത്തിന് തീർത്ഥസ്നാനം വേണമെന്ന് പറയും. അപ്പൊ എല്ലാവരും എന്താ ചെയ്തത് വെച്ചാൽ, വൃന്ദാവനത്ത് എന്നുള്ള ഗോപസ്ത്രീകളുണ്ട്, മധുരാപുരി എന്നുള്ളവരുണ്ട്, ഹസ്തിനാപുരി എന്നുള്ളവരുണ്ട്, ഇന്ദ്രപ്രസ്ഥം വന്ന ആളുകളുണ്ട്. എല്ലാവരും കൂടി ഈ സമന്ത പഞ്ചക തീർത്ഥക്കരയിലാണ് അന്ന് ഗ്രഹണം കഴിയോളം കഴിയുന്നത്. ഗ്രഹണം കഴിഞ്ഞാൽ ഒന്ന് മുങ്ങിക്കുളിക്കണം എന്ന് പറയും. അങ്ങനെ അവര് പാണ്ഡവാദികളൊക്കെ മുങ്ങിക്കുളിച്ചതായിരിക്കുന്ന ഒരു ഇടം, അത് ഈ ഒരു തീർത്ഥം. ആ ഗ്രഹണം കഴിഞ്ഞിട്ടും ഈ സമന്ത പഞ്ചകം വിട്ടുപോകാൻ ഇവരുടെ മനസ്സുകൊണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തേ കാരണം എന്നാണെങ്കിൽ, കൃഷ്ണനാകുന്ന ഒരു ഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ അവിടെ ഉള്ളതുകൊണ്ട് ആർക്കും കൃഷ്ണനെ വിട്ടുപോകാൻ തോന്നിയില്ല. ഒരു ഉത്സവം കഴിഞ്ഞാൽ പോകണ്ടേ, ഒരു വിശേഷം കഴിഞ്ഞാൽ പോകണ്ടേ, സപ്താഹം കഴിഞ്ഞാൽ പോകണ്ടേ, അത് പോയില്ല, അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ കൃഷ്ണൻ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് പലരും പല പല മഹത്തുക്കൾ വന്നിട്ട് പലർക്കും അത് ഉപദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഭാഗവതത്തിനെടുത്ത് പറയേണ്ടത് ചില ഭാഗങ്ങളൊക്കെ അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് വസുദേവനും ദേവിയും തമ്മിലുണ്ടായ ഒരു സംവാദം. പിന്നെ അതേപോലെ നിരവധി മഹർഷിമാര് ഈ തീർത്ഥക്കരയിൽ വന്നു. മഹർഷിമാരെ കണ്ട മാത്രയില് ഭഗവാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എഴുന്നേറ്റ് തൊഴുത് നമസ്കരിപ്പിച്ചു. അപ്പോൾ ഈ ഋഷീശ്വരന്മാർ പറഞ്ഞത്, അങ്ങേ ഭജിക്കാൻ, അങ്ങേ നമസ്കരിക്കാനാണ് ഞങ്ങൾ കണ്ടുകൊണ്ട്, അങ്ങ് ഞങ്ങളെ ആദ്യമേ പൂജിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ചു. നാരദര് പിരിഞ്ഞു പോയിട്ടുമില്ല. അങ്ങനെ നാരദ മഹർഷി വസുദേവർക്ക് കർമ്മകാണ്ഡത്തെ പൂർണ്ണമായിട്ട് ഉപദേശിച്ചു കൊടുത്തത് ഈ സമന്ത പഞ്ചക തീരത്ത് വെച്ചിട്ടാണ്. ഇനി ഒന്നുകൂടി മഹത്തരമായിട്ട് ഉള്ള മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഗോപസ്ത്രീകൾക്ക് ഏറ്റവും അവസാനം ഭഗവാൻ ഉപദേശം കൊടുത്തത് ഈ സമന്ത പഞ്ചക തീരത്ത് വെച്ചിട്ടാണ്. ഗോപികളെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ആ ഗോപികളുടെ ഇടയിലേക്ക് ഭഗവാൻ കയറി വരുന്നു. ഭഗവാനെ കണ്ട മാത്രയില് ഈ ഗോപസ്ത്രീകൾ ഇരുന്നേക്കുന്നു എന്ന് എഴുന്നേറ്റ് തൊഴുത് നമസ്കരിച്ച് അതേപോലെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കൂട്ടരെ, ഞാൻ നന്ദിയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നുവെച്ചാൽ അന്ന് വൃന്ദാവനം വിട്ടു പോണ സമയത്ത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് കൃഷ്ണൻ. പിന്നെ ഇന്നേ വരെ വൃന്ദാവനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, വൃന്ദാവനത്തിലേക്ക് പോയിട്ടുമില്ല. അന്ന് വൃന്ദാവനം വിട്ടു പോണ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ പ്രായം 11 വയസ്സാണ്. അന്നാണ് ഈ ഗോപികൾ അവസാനമായിട്ട് കൃഷ്ണനെ കാണുന്നത്. പിന്നീട് ഈ ഗോപസ്ത്രീകളെ കൃഷ്ണനെ കാണുന്നത് ഈ തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ്, ഈ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ചിട്ടാണ്. അന്ന് ഈ കൃഷ്ണൻ എത്ര വയസ്സായി? 87. അപ്പോൾ 11ാമത്തെ വയസ്സിൽ കണ്ട ശേഷം പിന്നീട് കാണുന്നത് ഈ 87-88 വയസ്സ് പ്രായമുള്ളപ്പോൾ. 89ാമത്തെ വയസ്സിലാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ഏകദേശം. അപ്പോൾ അർജുനനും ഏതാണ്ട് അതേ പ്രായമുണ്ട്. ശ്രദ്ധിക്കാം, ഭീഷ്മർക്ക് എത്ര പ്രായമുണ്ട്? 187 വയസ്സ് പ്രായമുള്ളപ്പോഴേ അന്ന് ആ ഭീഷ്മ പിതാമഹന്. അപ്പോൾ അന്ന് ഈ ഗോപസ്ത്രീകളോട് ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നന്ദിയില്ലാത്തതിനാണ് നിങ്ങൾ വിചാരിക്കേണ്ട, വേഗം മധുരയിൽ പോയിട്ട് തിരിച്ചു വരണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ പോയപ്പോഴും അമ്മാവനെ കൊല്ലേണ്ടി വന്നു. പിന്നീടാണ് എൻ്റെ അച്ഛനമ്മമാര് ദേവകീയ വസുദേവന്മാരാണ് മനസ്സിലാവുന്നത്. അവര് എന്നെ പഠിക്കാനായിട്ട് സാന്ദീപിനിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് കരുതി. അപ്പോഴേക്ക് മധുരയെ ആക്രമിക്കാൻ വന്നു ജരാസന്ധൻ 17 തവണ. എന്തോ ആവട്ടെ എന്ന് കരുതി 18ാമത്തെ തവണ വന്ന സമയത്ത് ഒഴിഞ്ഞു കൊടുത്ത് അങ്ങ് ദ്വാരകയിൽ താമസാക്കി. എന്നാൽ ദ്വാരകയെ താമസാക്കിയിട്ട് നിങ്ങളെ കാണാൻ വരാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും പറ്റിയില്ല. അപ്പോൾ രുക്മിണ്യാദി പത്നിമാരോട് കൂടിയിട്ട് അവിടെ കഴിയേണ്ടതായിട്ട് വന്നു. വിവാഹം കഴിഞ്ഞ് മക്കളുടെ മക്കളായി അപ്പോഴുള്ള പ്രാരബ്ധം കുറച്ചൊന്നുമല്ല. വിചാരിച്ച മാതിരി ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നിങ്ങളെ കാണാൻ വരാൻ പറ്റിയില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി.
നിർത്താതെ ഭഗവാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്ത് ഈ ഗോപസ്ത്രീകൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഇടയെന്ന് എഴുന്നേറ്റ് പറഞ്ഞു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള കിഞ്ചന വർത്തമാനം കേൾക്കാനല്ല അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭഗവാനെ പോലെയുള്ള ആളുടെ ഭഗവാന്റെ മുമ്പിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലൗകികതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, ആധ്യാത്മിക പാഠശാലകളിൽ പോകുന്നുണ്ട്, ആധ്യാത്മികമായിട്ടുള്ള യാത്രകൾക്ക് പോകാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ലൗകികത അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല. തുച്ഛമായ ലൗകികതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങയുടെ മുമ്പിൽ വന്നിരുന്നത് കേൾക്കേണ്ടത് കേൾക്കാനും പഠിക്കേണ്ടത് പഠിക്കാനുമാണ്. ഇത് കേട്ട സമയത്ത് വളരെ സന്തോഷമായി ഭഗവാന്. പെട്ടെന്ന് ആ ഭഗവാന്റെ ഭാവം കണ്ട് മാറി നല്ലൊരു ആധ്യാത്മിക ആചാര്യനെ പോലെ, ഒരു വേദവിത്തിനെ പോലെ ആയിട്ട് മാറി നല്ലൊരു ഉപദേശം അന്ന് ആ ഗോപസ്ത്രീകൾ ഭഗവാൻ പറഞ്ഞ ആ ഉപദേശത്തിന്റെ നിർദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളല്ല നമ്മുടെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മളാരും സ്വതന്ത്രരല്ല. നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വായു യഥാ ധനാനീകം, കാറ്റിൽ പെട്ടതായിരിക്കുന്ന ഈ പുല്ലിനെ പോലെ, പൊടിയെ പോലെ, മേഘങ്ങളെ പോലെ, ഇങ്ങനെയൊക്കെ. അതായത് ഒരു സ്വാതന്ത്ര്യവും സത്യത്തിൽ ഒന്ന് ലഭിക്കാൻ. അപ്പൊ ഭഗവാൻ എങ്ങനെ നിശ്ചയിക്കുന്നു അതിനനുസരിച്ച് ആകെ കുറച്ചു കാലം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പൊ ജീവിക്കുന്നതായി ഈ കാലത്ത് ഏറ്റവും നല്ലത് എന്ന് പറയാൻ എന്ത് മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? മയി ഭക്തിർഹി ഭൂതാനാം അമൃതത്വായ കൽപ്പതേ. ഇതാണ് ആ ഭഗവാന് പറയാനുള്ളത്. എന്നിലുള്ളതായിരിക്കുന്ന ഉറച്ച ഭക്തി, മയി ഭക്തിർഹി ഭൂതാനാം. അപ്പൊ എന്നിലുള്ളതായിരിക്കുന്ന ഈ ഉറച്ച ഭക്തിയാണ് ഓരോരുത്തരെയും അമൃതത്വായ മരണമില്ലാത്തതായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അപ്പൊ നിങ്ങളൊക്കെ ആ തലത്തിൽ എത്തിയവരാണ്. ഇനിയുള്ള കാലം, പ്രായം ഇത്രയായിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള കാലം ഈ ശേഷായുസ് എന്ത് ചെയ്യാം? ഭൂരിപക്ഷ സമയവും ഈശ്വര ഭജനത്തിനായിട്ട് മാത്രം ഉപയോഗിക്കുക. എന്നും ആ സ്മരണ അകത്ത് ഉണ്ടാവട്ടെ. പിന്നെ ഒരു അക്ഷരം പോലും ഈ ഗോപസ്ത്രീകൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് ഭഗവാനെ നമസ്കരിച്ച് അവര് നേരെ പോയത് ദ്വാരകയുടെ അടുത്തേക്കാണ്. ദ്വാരകയിൽ പോയവർക്ക് അറിയാം, അതിനടുത്ത് ദ്വാരകയുടെ അടുത്തായിട്ട്, നാഗേശ്വരത്തിനടുത്തായിട്ട് ഗോപി തലാബ് എന്നൊരു സ്ഥാനമുണ്ട്. അപ്പം ഭഗവാൻ അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവര് അവിടെ ഇരുന്ന് ഭഗവാനെ ഭജിച്ച് ഈ പ്രാകൃത ദേഹത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ആ പ്രാകൃത ദേഹം അവിടെ മണ്ണായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നിരവധി വിശിഷ്ട വാക്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായ ഒരു തീർത്ഥമാണ് ഈ സമന്ത പഞ്ചക